ദേശസഞ്ചാരത്തിനിടയിൽ ഇപ്പോൾ ഒരു ക്ഷേത്ര പരിസരത്ത് ഗുരുദേവൻ വിശ്രമിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ ചുറ്റുമുണ്ട്. അപ്പോൾ അതാ ഒരു വൃദ്ധൻ ഓടിക്കിതച്ച് വരുന്നുണ്ട്. വന്നപാടെ സ്വാമിയെ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വാമിയെ, അടിയൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു 4 നാഴികയൊക്കെ വരും സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഭരണക്കാരോട് സ്വാമി പറഞ്ഞു, പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു വിഷമം. എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി കാഴ്ചദ്രവ്യങ്ങളും പണമൊക്കെയായിട്ട് ധാരാളം ആൾക്കാർ ഗുരുവിനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ വൃദ്ധൻ്റെ കൂടെ പോയാൽ ഇതെല്ലാം മുടങ്ങുമല്ലോ. കണ്ടിട്ട് ഇയാളുടെ കയ്യിൽ ഒന്നുമുള്ള ലക്ഷണവുമില്ല. ഇതൊന്നും വകവയ്ക്കാതെ ഗുരു വന്ന ആഗതൻ്റെ കൂടെ ഇറങ്ങി നടന്നു. ഭരണസമിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരും പുറകെ പോയി. ദാ അവിടെ ചെന്നപ്പോഴോ ആ ആളുടെ വീട് വലിയൊരു എട്ടുകെട്ടാണ്. അവിടുത്തെ അമ്മ തന്നെ സ്വന്തം കൈകളാൽ പാകം ചെയ്ത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. ഇഷ്ടം പോലെ കറികളും പായസവും എല്ലാം ഉണ്ട്. വലിയ സദ്യ തന്നെയാണ്. ഗുരുവിനെ എല്ലാവരും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ തൊട്ട് തറവാട്ടിലെ ഏറ്റവും വലിയ കാരണവരാണ് വിളിക്കാൻ വന്നിരിക്കുന്നത്. അവിടെയുള്ള എല്ലാവരും വന്ന് ഗുരുവിനെ പ്രണമിച്ചു. ശേഷം അതിൻ്റെ പൂമുഖത്ത് തന്നെ വലിയൊരു തട്ടം വെച്ച് പായെല്ലാം വിരിച്ച് ഇലയെല്ലാം ഇട്ട് ഗുരുവിന് സദ്യ വിളമ്പി. അദ്ദേഹത്തിന് അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം മത്സരമാണ് വന്ന് വിളമ്പി കൊടുക്കാനായിട്ട്. എല്ലാവരും കൂടി നിറച്ച് ഊട്ടി. ഭഗവാന് തൃപ്തിയായി. ആ ഗുരു ഇരുന്ന ഉണ്ട ആ ഇലയിൽ തന്നെയാണ് അവിടുത്തെ കുടുംബ കാരണവരായ വൃദ്ധൻ സദ്യ കഴിച്ചു തന്ന. മടങ്ങുവാൻ നേരത്ത് തൃപ്പാദത്തിന് കാണിക്കയായി ആ വൃദ്ധൻ അന്ന് 25 രൂപയും കൊടുത്തു. ക്ഷേത്ര കമ്മിറ്റിക്കാർ അത് വാങ്ങി. ആ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ വൈമുഖ്യം കാണിച്ച സമിതിക്കാർക്ക് ആകെ എന്തോ ഒരു വല്ലാതെ നാണക്കേടായി. അവർക്കത് പുറമേ പറയുവാനും പറ്റുമോ? തങ്ങൾ കാണിച്ചത് വലിയ വിഡ്ഢിത്തമായി എന്ന് അവർക്ക് മനസ്സിലായി. നമ്മൾ ആരെയും ഒരു നോട്ടത്തിൽ കണ്ട് അവരെ അളക്കരുത്. ആ ഒരു പാഠം കൂടി ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്.